തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ അതിഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്. കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ മരണം ചികിത്സാ പിഴവ് മൂലം ആണ് എന്ന ആരോപണം ബന്ധുക്കൾ ഉയർത്തുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഇവിടുത്തെ ചികിത്സാ പിഴവ് മൂലമാണ് എന്ന് പുറം ലോകം അറിയണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വേണുവിന്റെ ശബ്ദ സന്ദേശം, സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം പുറത്തുവന്നു. ഇതും വലിയ രീതിയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഒരു കുടുംബം ഒപ്പം തന്നെ ആ മരിച്ച വ്യക്തിയുടെയും ശബ്ദം അത് ചികിത്സാ പിഴവ് മൂലമായിരിക്കും തന്റെ മരണം സംഭവിച്ചെങ്കിൽ അതിന് കാരണം ഇതായിരിക്കും എന്ന് പറഞ്ഞു വരുമ്പോൾ അതിന്റെ ഗൗരവം എത്രമാത്രമാണ് എന്നത് നമുക്ക് മനസ്സിലാകും. എന്തായാലും കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നാണ് ഈ രോഗിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വെള്ളിയാഴ്ച എത്തിക്കുന്നത്. പക്ഷേ ബുധനാഴ്ച വരെയും ആൻജിയോഗ്രാം ഉൾപ്പെടെ ചെയ്യണം എന്ന് പറഞ്ഞ രോഗിക്ക് യാതൊരു ചികിത്സയും അവിടെ നിന്ന് ലഭിച്ചില്ല എന്നതാണ് കുടുംബത്തിന്റെ പരാതി. അതാണ് മരണത്തിന് കാരണം എന്നതാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. അതേസമയം ഈ ആരോപണങ്ങളൊക്കെ തള്ളിക്കളയുകയാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് വിശദമായി ഈ കാര്യങ്ങൾ പരിശോധിച്ചാൽ വെള്ളിയാഴ്ചയാണ് വേണുവിനെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹം അപ്പോൾ തന്നെ വിദഗ്ധ ചികിത്സ ആവശ്യമുള്ള രോഗിയായിരുന്നു. അക്കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന ട്രാൻസ്ഫർ നോട്ടിൽ ഉൾപ്പെടെ അക്കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് കുടുംബം പറയുന്നത്. അങ്ങനെ വെള്ളിയാഴ്ച ആശുപത്രിയിലെത്തുന്നു. പക്ഷേ അവിടെ ബുധനാഴ്ച വരെ, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ ദിവസങ്ങളിലൊന്നും തന്നെ ആൻജിയോഗ്രാം ഉൾപ്പെടെയുള്ള പരിശോധനകൾ വേണം എന്ന് പറഞ്ഞു വന്ന രോഗിക്ക് മതിയായ ചികിത്സ കിട്ടിയിട്ടില്ല എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. ആൻജിയോഗ്രാം ചെയ്തില്ല. മറ്റ് അസ്വസ്ഥതകളൊക്കെ തോന്നിയപ്പോൾ പലപ്പോഴും ഡോക്ടർമാരെ സമീപിച്ചു. പക്ഷേ അവിടെ നിന്ന് അനുകൂലമായ സമീപനങ്ങളോ ആ രീതിയിലുള്ള ശുശ്രൂഷയോ ലഭിച്ചിട്ടില്ല എന്നതാണ് ഈ കുടുംബം പറയുന്നത്. അതിനേക്കാളൊക്കെ ഗൗരവമാകുന്നത് വേണു സുഹൃത്തിനയച്ച ഈ ശബ്ദ സന്ദേശമാണ്. അതിൽ എങ്ങനെയാണ് സാധാരണക്കാരായ മനുഷ്യരോട് അവിടെയുള്ളവർ പെരുമാറുന്നത് എന്ന വലിയ സങ്കടം അദ്ദേഹം പങ്കുവയ്ക്കുന്നു. നായ്ക്കളോടെന്ന പോലെയാണ് പെരുമാറുന്നതെന്ന് പറയുന്നു. മാത്രവുമല്ല, തനിക്ക് ചികിത്സ ലഭിക്കുന്നില്ല എന്നും തന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്നും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ അനാസ്ഥ മൂലമാണ് എന്നും അത് പുറം ലോകം അറിയണം എന്നും വേണു പറയുന്നത് ആ ശബ്ദ സന്ദേശത്തിൽ നമുക്ക് കേൾക്കാം. അത് വളരെ ഗൗരവമുള്ളതാണ്. അപ്പോൾ വേണുവിന്റെ ആ ശബ്ദ സന്ദേശം ഒന്ന് കേട്ടിട്ട് തിരിച്ചെത്താം. അൻവർ ഇവിടെ അങ്ങ് ഭയങ്കര അഴിമതിയുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തില് സമൂല അഴിമതി കൊണ്ട് ആറാടിയിരിക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലയോ, അത് വാസ്തവം തന്നെ. അത് മനസ്സിലായില്ലയോ? കണ്ണൂര് ഒരു ഹോസ്പിറ്റലിനകത്ത് കയറിയ ഒരു ഡോക്ടറെയും 12 സിസ്റ്ററേയും കയറി കൈകാര്യം ചെയ്തില്ലേ ഒരു പിതാവ്. അതൊക്കെ അവനവന്റെ മാനസിക ധർമ്മത്തിനനുസരിച്ച് ചെയ്തു പോകുന്നത്. അത് കറക്റ്റാ. അത് കാരണം ആ രീതിയിൽ തിരുവനന്തപുരത്തോട് ചെയ്ത് വെക്കേണ്ടതായിട്ട് കൂടി കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുക. ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷരം ശബ്ദിക്കത്തില്ല. ഒരക്ഷരം അവര് മറുപടി പറയത്തില്ല. നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മുടെ ഒരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായ നോക്കുന്ന കണ്ണുകൊണ്ട് പോലെ അവർ നോക്കാൻ ശ്രമിക്കത്തില്ല. ഒന്ന് തിരിഞ്ഞു പോലെ നോക്കത്തില്ല. ഒരു മറുപടി പിന്നീടാകട്ടെ പറയത്ത് പോലും ഇല്ല. ഇവിടെ കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം. ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്ന വെള്ളിയാഴ്ച വൈകിട്ട്, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, ഇന്ന് 6 ദിവസം എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് പിടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അൻവർ സാത്ത ഞാൻ ഇന്ന് 5ാമത്തെ ദിവസം ഇവർ എൻ്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അൻവർ സാത്ത. ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സിൽ എന്നെ പരിശോധിക്കാൻ പറ്റുന്ന ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു, എനിക്ക് എൻ്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോൾ നടക്കും എന്നുള്ളത്. അവർക്കൊരു കാരണവശാലും യാതൊരുവിധ ഐഡിയയില്ല. ഒരു ഐഡിയ ഇല്ല. ഇവരിനി കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല.
ആ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആനന്ദ് സാറിനെ വിളിച്ചു. എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ എൻ്റെ ഈ ജീവൻ വെച്ച് വെറും നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാനൊരു വോയിസ് ഇട്ടിട്ടുണ്ട്. ഈ വോയിസ് അഥവാ എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർ സാദെ ആ വോയിസ് എൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം. ഇതാണ് വേണു സുഹൃത്തിന് അയച്ചിട്ടുള്ള ശബ്ദ സന്ദേശം. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ആ ആശുപത്രി അധികൃതരാണ് എന്ന് പറയുന്നു. കോട്ടിട്ട ഡോക്ടർമാരോട് എന്തെങ്കിലും കാര്യങ്ങൾ രോഗസംബന്ധമായിട്ട് ചോദിച്ചാൽ അതിന് മറുപടിയില്ല, അഴിമതിയാണ് അവിടെ, കൈക്കൂലിയാണ് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ ആ ശബ്ദ സന്ദേശത്തിൽ ഉണ്ട്. സമാനമാണ് ഈ കുടുംബാംഗങ്ങൾ, വേണുവിന്റെ കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളോട് ഇന്ന് പ്രതികരിച്ചപ്പോൾ പറഞ്ഞതും ഇത് സമാനമായ കാര്യങ്ങളാണ്. മതിയായ ചികിത്സ കിട്ടിയില്ല, ആൻജിയോഗ്രാം അത്യാവശ്യമായി ചെയ്യണമെന്ന് പറഞ്ഞാണ് റഫർ ചെയ്തത്. പക്ഷേ ആ ചികിത്സ 5 ദിവസമായിട്ടും കിട്ടിയിട്ടില്ല. തങ്ങൾക്ക് അവിടെ നേരിടേണ്ടി വന്നത് വലിയ മോശമായ സാഹചര്യങ്ങളാണ് എന്ന് ആ കുടുംബവും പറയുന്നു. വേണുവിന്റെ ഭാര്യ മാധ്യമങ്ങളോട് സംസാരിച്ചത് കേൾക്കാം. ചോദിച്ചപ്പോഴും ഡോക്ടർ തരാൻ പയ്യെങ്കിൽ ആ ഡോക്ടറിന്റെ അനാസ് തന്നെയാണ്. പിന്നെ ഡോക്ടേഴ്സ് പറയുമ്പോൾ പഠിക്കുന്ന ഡോക്ടേഴ്സ് ആയാലും അവർക്കറിയാം തലവേദനയ്ക്ക് എന്ത് ഗുളിക കൊടുക്കാം. അല്ലാതെ ഞാൻ നോക്കുന്ന പേഷ്യന്റ് അല്ല എന്ന് പറഞ്ഞു പോകുന്ന അത്ര നല്ല കാര്യം എനിക്ക് തോന്നുന്നില്ല. എന്റെ അനിയൻ മരിക്കാൻ എന്താ കുറ്റം കൊണ്ട് ഈ കൈക്കൂലിയുടെ കൂടുതൽ കൊണ്ടാണ്. അവര് കൈക്കൂലി ചോദിച്ചിട്ടാണ് എന്റെ അനിയനെ ചികിത്സ കൊടുക്കുന്നത്. അപ്പോ ഇതാണ് ബന്ധുക്കൾക്കും പറയാനുള്ളത്. നമുക്കറിയാം, ഒരാശുപത്രിയിൽ എന്താണ് ഒരു രോഗിക്ക് വേണ്ട ചികിത്സ എന്ന് തീരുമാനിക്കേണ്ടത് വിദഗ്ധരായ ഡോക്ടർമാരാണ്. അവർ നിശ്ചയിക്കുന്നതനുസരിച്ച് വേണം ചികിത്സ നടക്കേണ്ടത്. പക്ഷേ തലവേദനയാണ് എന്ന് പറഞ്ഞ്, സഹിക്കാൻ വയ്യാത്ത തലവേദനയാണ് എന്ന് പറഞ്ഞ് ഡോക്ടർമാരെ സമീപിച്ചാൽ ഞങ്ങൾ നോക്കുന്നവരല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ഡോക്ടർമാരാണ് അവിടെ ഉള്ളത് എന്നതാണ് ആ കുടുംബാംഗങ്ങൾ പറയുന്നത്. അത്രമാത്രം അനാസ്ഥ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതാണ് അവർ സൂചിപ്പിക്കുന്നത്. ഇതിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി ഉണ്ടാവുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. നമ്മുടെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലായതിന്റെ സൂചനയാണ് ഈ ആവർത്തിച്ചിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശക്തമായ ഭാഷയിലാണ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിലാണ് എന്ന് അദ്ദേഹം പറയുന്നു. സിസ്റ്റം തകർത്ത ആരോഗ്യമന്ത്രിക്കും സർക്കാരിനും മരണത്തിന്റെ ഈ വേണുവിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറയും. വി ഡി സതീശൻ ശക്തമായ ഭാഷയിലാണ് ഇതിനെതിരെ രംഗത്ത് വന്നത്. ശബ്ദ സന്ദേശം മരണമൊഴിയായി പരിഗണിച്ച് കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നതാണ് വി ഡി സതീശൻ ആവശ്യപ്പെടുന്നത്. ഒപ്പം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധവും ഇതിനെതിരെ ഉയരുന്നുണ്ട്. ദേശീയപാത ഉപരോധം കൊല്ലത്ത് നടന്നു. UDFന്റെ നേതൃത്വത്തിലായിരുന്നു ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. കൊലക്കുറ്റം ചുമത്തണം കുറ്റക്കാർക്കെതിരെ എന്നതാണ് ആവശ്യം. ഒരു രോഗിയെ മരണത്തിന് വിട്ടുകൊടുത്തു നമ്മുടെ സംവിധാനം എന്നതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പക്ഷേ ഈ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ശബ്ദ സന്ദേശത്തിലൂടെ വേണു തന്നെ സുഹൃത്തിന് അയച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൽ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും നിഷേധിക്കുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. സ്ട്രോക്ക് ഒരിക്കൽ വന്നിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് സാധ്യമായ എല്ലാ ചികിത്സയും നൽകിയിട്ടുണ്ട് എന്നതാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറയുന്നത്. ആദ്യം ICUയിലേക്ക് മാറ്റി, ഇയാളുടെ നില മോശമായതിനെ തുടർന്ന് പിന്നീട് വെന്റിലേറ്ററിലേക്ക് മാറ്റി സാധ്യമായ എല്ലാ ചികിത്സയും നൽകി. ഒരു വീഴ്ചയും ഈ സംഭവത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്.
ഇല്ല, അങ്ങനെ യാതൊരു ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല. കാരണം പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കൊടുത്തിട്ടുണ്ടെന്ന് കാർഡിയോളജി പ്രൊഫസർമാർ വ്യക്തമായിട്ട് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ചികിത്സ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിയിലെ പ്രൊഫസർമാർ പറയുമ്പോൾ പിന്നെ നമ്മളത് റെഫ്യൂട്ട് ചെയ്യാൻ നെഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്നവരുടെ തന്നെ ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിലെ ഡോക്ടർമാർ കണ്ടിട്ടുണ്ട്. അവരുടെ ഗൈഡൻസ് അനുസരിച്ചാണ് ചികിത്സിച്ചിട്ടുള്ളത്. അതെല്ലാം വെരി മച്ച് ദെയർ ഇൻ ദ കേസ് ഷീറ്റ്. അല്ല, പേഷ്യന്റ് ചെസ്റ്റ് പെയിൻ ആയിട്ടാണ് വരുന്നത്. ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്ന് 24 hours കൊണ്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മെഡിക്കൽ മാനേജ്മെന്റ് ആണെന്ന് കാർഡിയോളജി ഡോക്ടർമാരാണ് തീരുമാനിക്കുന്നത്. കാർഡിയോളജി പ്രൊഫസർമാരാ തീരുമാനിക്കുന്നത്. ഇല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ശ്രദ്ധപ്പെട്ടിട്ടുമില്ല. മീൻവൈൽ പുറത്തുനിന്ന് ആരൊക്കെ ഈ പേഷ്യന്റിനെ പറ്റി പേഷ്യന്റ് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരൊക്കെ അന്വേഷിച്ചത് പ്രകാരം PRO ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പേഷ്യന്റ് കാര്യത്തിൽ മീൻസ് ചികിത്സ കിട്ടുന്നുണ്ടെന്ന് പോയി ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് പറയാനുള്ളത്. ഒരു മരണവാർത്തയാണ്, അതിൽ വലിയ അനാസ്ഥ മെഡിക്കൽ കോളേജിന് സംഭവിച്ചു എന്ന് പറയുമ്പോഴും വളരെ ചിരിച്ചുകൊണ്ടൊക്കെയുള്ള അദ്ദേഹത്തിന്റെ മറുപടിയാണ്. യാതൊരു തരത്തിലുമുള്ള വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ നോക്കൂ, വെള്ളിയാഴ്ച കൊണ്ടുവന്നതാണ് ആശുപത്രിയിൽ വേണുവിനെ. ഈ ബുധനാഴ്ച വരെയുള്ള സമയത്ത് മതിയായ ചികിത്സകളൊന്നും ലഭിച്ചില്ല എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. ഈ കുടുംബത്തിന് തങ്ങൾക്ക് വലിയ രീതിയിലുള്ള അനാസ്ഥ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി, ചികിത്സ ലഭിച്ചില്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം വളരെ ഗൗരവമുള്ളതാണ്. വേണു അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശത്തിൽ ഇതൊരു മരണമൊഴിയായി കാണണം എന്ന് പറയുന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്നു, അവിടെ കൈക്കൂലി ആണ്, സ്ഥിരം കൈക്കൂലി വാങ്ങലാണ് നടക്കുന്നത്, വലിയ രീതിയിലുള്ള അഴിമതിയാണ് നടക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെട്ട പ്രതികരണമാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. പക്ഷേ ചികിത്സ സംബന്ധിച്ച് യാതൊരു വീഴ്ചയും വന്നിട്ടില്ല എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നു. അത് വിദഗ്ധരായിട്ടുള്ളവർ തന്നെ പരിശോധിച്ച് കണ്ടെത്തേണ്ടതെന്നാണ്. ആ രോഗിയുടെ അവസ്ഥ എന്തായിരുന്നു, ആ രോഗിക്ക് എന്തൊക്കെ ചികിത്സകളായിരുന്നു അടിയന്തരമായി വേണ്ടത് എന്ന കാര്യം അവർ തന്നെ പ്രതികരിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. പക്ഷേ ആവർത്തിച്ചുണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ അത് ഒരു തെറ്റായ സൂചകമാണ്. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടൊക്കെ ഉയരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചും പലതരത്തിൽ രോഗികൾ ബുദ്ധിമുട്ടിലാകുന്നതും അവർക്ക് ചികിത്സ ലഭിക്കാത്തതും ഒപ്പം തന്നെ പുഴുവരിച്ച രോഗിയുടെയൊക്കെ വാർത്ത മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ്. തെറ്റുകൾ സംഭവിച്ചാൽ അത് തിരുത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇവിടെ ഇപ്പോൾ ഈ കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ഇതിൽ വിശദീകരണം തേടിയിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇത്തരം പരാതികൾ ഉണ്ടാകുമ്പോൾ പൂർണ്ണമായും കൈയൊഴിഞ്ഞുകൊണ്ട് ഒപ്പം കുറ്റക്കാരായവരെ സംരക്ഷിക്കാനൊക്കെയുള്ള നീക്കമുണ്ടോ എന്ന സംശയം നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ളതാണ്. ഈ സിസ്റ്റത്തിൽ എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും അത് തിരുത്തി മുന്നോട്ട് പോവുകയുമാണ് വേണ്ടത്. എന്തായാലും വേണു എന്ന വ്യക്തിയുടെ മരണം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ആരോഗ്യ വകുപ്പിനെതിരെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഉയർത്തുന്നുണ്ട്. കൈക്കൂലി, മറ്റ് അഴിമതികൾ ഉണ്ട് എങ്കിൽ അത് കണ്ടെത്തുകയും നടപടിയെടുക്കുകയും ആവശ്യമാണ്. ചികിത്സ കിട്ടാതെ വന്നിട്ടുണ്ട് എങ്കിൽ അതിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തായാലും കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം. അത് ഒരു തരത്തിലും കുറ്റക്കാരെ സംരക്ഷിക്കാനാകരുത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് കണ്ടെത്താനുള്ള കുറ്റമറ്റ രീതിയിലുള്ളൊരു അന്വേഷണം നടക്കണം എന്നതാണ് പ്രാഥമികമായി ഇവിടെ വേണ്ടത്. അതിനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ആ കുടുംബത്തിന് ഒരു വലിയ തീരാ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ പരാതി മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും കൈവശമാണ്. അതിൽ വിശദമായ പരിശോധന കുറ്റമറ്റ രീതിയിൽ ഉണ്ടാകട്ടെ. കുറ്റക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം.